നേട്ടങ്ങളുടെ കാര്യത്തിലുള്ള ഈ മോശം പ്രകടനം സാപ്പിയൻ മസ്തിഷ്കത്തിൻ്റെ ആന്തരിക ഘടന ആധുനിക മനുഷ്യരുടേതിൽ നിന്നും ഭിന്നമായിരുന്നിരിക്കാം എന്ന ഊഹത്തിലേക്ക് പണ്ഡിതന്മാരെ നയിച്ചു. അവർ നമ്മളെപ്പോലെ കാണപ്പെട്ടിരുന്നെങ്കിലും വൈജ്ഞാനിക ശേഷിയിൽ അവർ പിന്നിലായിരുന്നിരിക്കണം. ഗ്രഹണശേഷി, ഓർമ്മശക്തി, ആശയവിനിമയപരമായ കഴിവുകൾ എന്നിവയിലും സാപ്പിയൻസ് പരിമിതമായിരുന്നിരിക്കണം. ആ വിധമുള്ള പൗരാണിക സാപ്പിയന്മാരെ ഇംഗ്ലീഷ് പഠിക്കാനോ ക്രൈസ്തവ വിശ്വാസം അഭ്യസിപ്പിക്കാനോ പരിണാമ സിദ്ധാന്തം ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഫലശൂന്യമായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ആശയവിനിമയ സമ്പ്രദായത്തെയും ചിന്താരീതികളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ക്ലേശകരമായിരിക്കും. പക്ഷേ 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ സാപ്പിയൻസ് സവിശേഷമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ അവർ 2 തവണ ആഫ്രിക്ക പുറത്തേക്ക് സഞ്ചരിച്ചു.